അവധി നിഷേധിച്ചു. അരീക്കോട് പോലീസ് ക്യാമ്പിലെ പോലീസുകാരൻ ജീവനൊടുക്കി. അവധി നിഷേധിച്ചതിനെ തുടർന്ന് അരീക്കോട് പോലീസ് ക്യാമ്പിലെ പോലീസുകാരൻ സ്വയം വെടിവെച്ചു മരിച്ചു. വയനാട് സ്വദേശി വനിതാണ് ജീവനൊടുക്കിയത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. AK-47 തോക്കുപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു. സ്വയം താടിയലിന് താഴേക്ക് നിറയൊഴിക്കുകയായിരുന്നു. വെടിയേറ്റതോടെ തല ചിന്നിച്ചിതറി. ലീവ് അപേക്ഷ അധികൃതർ നിരസിച്ചതാണ് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. വിനീതിൻ്റെ കുടുംബക്കാരൻ കൂടിയായിട്ടുള്ള കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സന്ദീപനാണ്. അവൻ്റെ അവസാനത്തെ മെസ്സേജ് രാത്രി 8:59 അയച്ചിട്ടുണ്ട്. 8:46 അവനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ ആ മെസ്സേജ് അവൻ ഡിലീറ്റ് ചെയ്തു മരണത്തിന് തൊട്ട് മുമ്പ്. അപ്പോൾ ആ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് റിക്കവർ ചെയ്തെടുക്കാം. അപ്പോൾ അയച്ചിരിക്കുന്ന മെസ്സേജിൽ അവൻ പറഞ്ഞിട്ടുള്ളത് ഈ ഓട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ബറ്റാലിയനിലെ ക്രൂരമായിട്ടുള്ള ചില സമീപനത്തെക്കുറിച്ചും അത് ഇന്ന ശ്രീ അജിത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളോട് ഈ വിവരം പറയണം എന്നുള്ളതും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ്. അപ്പോൾ ഇന്നറായി നടക്കുന്ന പീഡനത്തിലേക്ക് വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്ന മെസ്സേജാണ് ഈ അവസാനത്തെ മെസ്സേജ്. ഇത് മരണമൊഴിയായി എടുക്കേണ്ട മെസ്സേജാണ്. പോലീസിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഗൗരവമായിട്ടുള്ള അന്വേഷണത്തെ വിധേയമാക്കണം. വിനീതിൻ്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം. മാത്രമല്ല ഈ മരണത്തിൻ്റെ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആലോചിക്കാനുള്ള നടപടിയും സ്വീകരിക്കണം. ഈ കാര്യം ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ വിഷയം സംസാരിച്ചു. കേരളത്തിൽ പോലീസിൽ നടക്കുന്നത് വളരെ ക്രൂരവും മനുഷ്യാവകാശ ലംഘനവുമാണ്. അമിത ജോലിഭാരവും അതുപോലെ പോലീസ് ഉന്നത നേതൃത്വത്തിൻ്റെ സമീപനവും എല്ലാമായി നിന്നു പോകാൻ പറ്റാത്തതായ അവസ്ഥയിൽ മൃതദേഹം അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഈ ചാനൽ അരീക്കോട്. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 07 1111.